ന്യൂസ് 16 കേരള. അൽമവാസി കൂട്ടക്കുരുതി, ഇസ്രയേലിനെതിരെ ലോകവ്യാപക പ്രതിഷേധം. ഗസയിൽ അഭയാർത്ഥികളായ ഫലസ്തീനികൾ തിങ്ങിക്കഴിയുന്ന അൽമവാസി തമ്പുകളിൽ ബോംബുകൾ വർഷിച്ച ഇസ്രയേൽ ക്രൂരതയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. സിവിലിയൻ കുരുതിയെ ഒരു നിലയ്ക്കും ന്യായീകരിക്കാനാവില്ലെന്ന് അമേരിക്കയും ബ്രിട്ടനും പ്രതികരിച്ചു. 45 പേരുടെ മരണത്തിനും 60-ലേറെ പേർക്ക് പരിക്കേൽക്കാനും ഇടയാക്കിയ ആക്രമണം അങ്ങേയറ്റം നടുക്കം സൃഷ്ടിക്കുന്നതാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. ഗസയിൽ വെടിനിർത്തൽ നീളുന്നത് ആപൽക്കര സാഹചര്യം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അറബ് ലീഗ് OIC കൂട്ടായ്മകളും കൂട്ടക്കുരുതിയെ അപലപിച്ചു. ഇസ്രയേലിന്റെ കൊടും ക്രൂരതയ്ക്കെതിരെ അന്തർദേശീയ സമൂഹം ഇടപെടൽ നടത്തണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു. അത്യുഗ്ര ശേഷിയുള്ള ബോംബുകളാണ് അൽമവാസി ക്യാമ്പിൽ തീ തുപ്പിയത്. 2000 പൗണ്ട് അമേരിക്കൻ നിർമ്മിത ബോംബുകളാണ് ആക്രമണത്തിന് ഉപയോഗിച്ചതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 30 അടി താഴ്ചയുള്ള 3 കൂറ്റൻ ഗർത്തങ്ങൾ പ്രദേശത്ത് രൂപപ്പെട്ടു. പോരാളികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന ഇസ്രയേൽ വിശദീകരണം ഹമാസ് തള്ളി. തെക്കൻ ഗസയിലെ റഫേൽ അൽ മഷ്റൂയിൽ നടന്ന ആക്രമണത്തിൽ 5 പേരും കൊല്ലപ്പെട്ടു. അതിനിടെ ഗസയിൽ ആക്രമണം അന്തിമഘട്ടത്തിലാണെന്ന ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ പ്രഖ്യാപനം തള്ളി മന്ത്രി ബെൻ ഗബീർ. ഹമാസിനെ ഉന്മൂലനം ചെയ്യും വരെ ഗസയിൽ സൈനിക സമ്മർദ്ദം തുടരണമെന്നും സഹായം വിലക്കണമെന്നും ബെൻ ഗബീർ ആവശ്യപ്പെട്ടു. ആക്രമണം നടത്തുന്നവർക്ക് ഗസയിൽ വെടിനിർത്തലിന് താൽപ്പര്യമില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രീയകാര്യ മേധാവി ജോസഫ് ബോറൽ പറഞ്ഞു. ദക്ഷിണ ലബനാനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി. റഷ്യക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ കൈമാറുന്നുവെന്ന കുറ്റം ചുമത്തി ഇറാനെതിരെ അമേരിക്ക കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി. എന്നാൽ ആരോപണം ഇറാൻ തള്ളിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. News 16 കേരള ചാനൽ.